1947 ജൂലൈയിലായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ദേശീയ പതാകയെപ്പറ്റി ചർച്ച നടന്നത്. അക്കാലത്ത് 3 ആവശ്യങ്ങളാണ് RSS മുന്നോട്ട് വെച്ചത്. ഹിന്ദുവിൻ്റെ രാജ്യം ഹിന്ദുസ്ഥാനാകണം, അവരുടെ ദേശീയ ഭാഷ ഹിന്ദി ആയിരിക്കണം, അവർക്ക് വേണ്ട പതാക ഭഗവധ്വജം എന്ന കാവിക്കൊടിയായിരിക്കണം. ഇവ നേടിയെടുക്കാനായിരുന്നു 1947 സംഘപരിവാറിൻ്റെ യുദ്ധം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ലെങ്കിലും ഈ ആവശ്യങ്ങൾക്കായി അവർ സജീവമായി. ഈ പരാജയപ്പെട്ട പോരാട്ടത്തിൻ്റെ ലിഖിത രേഖകളായി RSS മുഖപത്രമായ ഓർഗനൈസറിൻ്റെ 1947 ജൂലൈ ആഗസ്റ്റ് പേജുകൾ നമ്മുടെ മുന്നിലുണ്ട്. ത്രിവർണ്ണ പതാക അംഗീകരിക്കപ്പെടും എന്ന ഘട്ടം വന്നതോടെ മുഖപ്രസംഗം മുതൽ കത്തുകളിൽ വരെ പതാകയ്ക്കെതിരെ RSS ചീറ്റിയ തീയും വിഷവും ആ താളുകളിൽ കാണാം. ഈ ഭഗവധ്വജം എന്ന പേരുള്ള കാവിക്കൊടി നമുക്ക് പരിചയമുള്ളത് അമ്പലമുറ്റങ്ങളിൽ RSS ശാഖയിൽ കണ്ടാണ്. കൊടിയെ ഗുരുവായി കരുതി അതിനു ചുറ്റുമാണ് കസർത്ത്. വടക്കേ ഇന്ത്യയിൽ ചില ക്ഷേത്ര ഗോപുരങ്ങളിലും ഈ കൊടി പാറുന്നു. RSS അതിന് വലിയ പവിത്രത കൽപ്പിക്കുന്നുണ്ട്. ജൂലൈ 17 മുഖപ്രസംഗത്തിൽ ഈ കൊടിയുടെ മഹത്വത്തെപ്പറ്റി ഓർഗനൈസർ വാചാലരാകുന്നുണ്ട്. ത്രിവർണ്ണ പതാകയെ കോൺഗ്രസ് കൊടി എന്നാണ് മുഖപ്രസംഗം വിവരിച്ചത്. എല്ലാവർക്കും സ്വീകാര്യമായ പതാക അംഗീകരിക്കുന്നുവെന്ന അസംബ്ലിയുടെ വാദത്തോടാണ് ഓർഗനൈസർ ഏറ്റവും രൂക്ഷമായി പ്രതികരിക്കുന്നത്. പത്രം എഴുതുന്നതിങ്ങനെ: അസംബന്ധമാണിത്. പതാക രാഷ്ട്രത്തെ പ്രതിനിധീകരിക്കുന്നു. ഹിന്ദുസ്ഥാനിൽ ഒരേ ഒരു രാഷ്ട്രമേ ഉള്ളൂ. 5000 വർഷത്തിലേറെ നീണ്ട അഭേദ്യമായ ചരിത്രമുള്ള ഹിന്ദു രാഷ്ട്രം. അതാണ് രാഷ്ട്രം. പതാക ആ രാഷ്ട്രത്തെ മാത്രവും പ്രതീകമാക്കണം. എല്ലാ സമുദായങ്ങളുടെയും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും തൃപ്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പതാക തിരഞ്ഞെടുക്കാനാവില്ല. കാവിക്കൊടിയുടെ മഹത്വം ഏറെ വിവരിച്ച ശേഷം മുഖപ്രസംഗം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: പതാക, അതായത് ഭഗവധ്വജത്തിലെ ഈ സവിശേഷമായ ചാരുതയും മഹത്വവും ഗാംഭീര്യവും കണ്ടെത്താനോ വിലമതിക്കാനോ കഴിയാത്തവർ അജ്ഞരോ ദുരുദ്ദേശമുള്ളവരോ മാത്രമാണ്. ഈ പതാകയ്ക്ക് മാത്രമേ ഹിന്ദുസ്ഥാൻ്റെ യഥാർത്ഥ ദേശീയ പതാകയാകാൻ കഴിയൂ. അതുമാത്രമായിരിക്കും രാഷ്ട്രത്തിന് സ്വീകാര്യമായ പതാക. ജനങ്ങളുടെ ഈ ആഗ്രഹം നടപ്പാക്കുന്നതാണ് ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉചിതം. എന്തായാലും ഈ മുന്നറിയിപ്പൊന്നും ഏശിയില്ല. 1947 ജൂലൈ 22 ത്രിവർണ്ണ പതാക എന്ന നിർദ്ദേശം ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വയ്ക്കുകയും ഭരണഘടനാ അസംബ്ലി അത് അംഗീകരിക്കുകയും ചെയ്തു. തുടർന്നുള്ള ലക്കങ്ങളിലും പതാകയ്ക്കെതിരായ ആക്രമണം ഓർഗനൈസർ തുടർന്നു. ആഗസ്റ്റ് 7 ലക്കത്തിൽ പതാകയ്ക്കെതിരെ VD സവർക്കർ നൽകിയ പ്രസ്താവന പത്രത്തിൽ പൂർണ്ണ രൂപത്തിലുണ്ട്. രാജ്യത്തിൻ്റെ യാതൊരു അംഗീകാരവുമില്ലാത്തൊരു പാർട്ടി, അതായത് കോൺഗ്രസ്, ദേശീയ പതാകയായി അംഗീകരിച്ച അത്തരമൊരു പതാകയെ ഒരു യഥാർത്ഥ ദേശീയവാദിക്ക് എങ്ങനെ അഭിവാദ്യം ചെയ്യാനാവും? ഇല്ല, ഹിന്ദുസ്ഥാൻ്റെ ആധികാരിക പതാക ഭഗവധ്വജമല്ലാതെ മറ്റൊന്നും ആകാൻ കഴിയില്ല. സവർക്കർ ദേശീയ പതാകയെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ജൂലൈ 3 പത്രത്തിൽ അന്നത്തെ സർസംഘചാലക MS ഗോൾവാൾക്കറുടെ പ്രസംഗമായും ഇക്കാര്യമുണ്ട്. ഭഗവധ്വജം ഉപേക്ഷിച്ച് ത്രിവർണ്ണ പതാക സ്വീകരിക്കുന്നത് കാല് വെട്ടി മരക്കാല് വെക്കും പോലെയാണെന്ന് അദ്ദേഹം പറയുന്നു. ആഗസ്റ്റ് 14 ലക്കത്തിൽ വന്ന മിസ്റ്ററി ബിഹൈൻഡ് ദി ഭഗ്വാധ്വജ് എന്ന ലേഖനത്തിൽ സംശയത്തിന് അതീതമായി RSS നിലപാട് വ്യക്തമാക്കി. അതിങ്ങനെ: അതിനാൽ ഭഗവ, അതായത് കാവി നിറമുള്ള പതാക മാത്രമാണ് ഹിന്ദുസ്ഥാൻ്റെ ദേശീയ പതാകയായി ഉയർത്തേണ്ടതും ഉയർത്താൻ കഴിയുന്നതുമായ ഏക പതാക. വിധിയുടെ കളിയാൽ മാത്രം അധികാരത്തിലെത്തിയ ആളുകൾ നമ്മുടെ കൈകളിൽ ത്രിവർണ്ണ പതാക ഏൽപ്പിച്ചേക്കാം. എന്നാൽ അത് ഒരിക്കലും ഹിന്ദുക്കൾ ആദരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യില്ല. 3 എന്ന വാക്ക് തന്നെ ദോഷകരമാണ്. 3 നിറങ്ങളുള്ള ഒരു പതാക തീർച്ചയായും വളരെ മോശമായ മാനസിക പ്രഭാവം സൃഷ്ടിക്കുന്നതും രാജ്യത്തിന് ഹാനി വരുത്തുന്നതുമാണ്. ഇത്തരത്തിൽ RSS വീരന്മാരും ഗുരുജിമാരും തൊട്ടുപോകരുത് നിർദ്ദേശിച്ച ദേശീയ പതാകയാണ് ഇന്ന് BJPയും സഖ്യകക്ഷികളും എടുത്തു വീശുന്നതെന്നർത്ഥം. ഗാന്ധി വധത്തെ തുടർന്ന് നിരോധനം നീക്കാൻ RSSന് ഭരണഘടന എഴുതി ഉണ്ടാക്കേണ്ടി വന്നത് ഏറെ അറിയപ്പെടുന്ന ചരിത്രമാണല്ലോ. ഗോൾവാൾക്കർ ഇന്ന് ജയിലിലാണ്. ഭരണഘടന ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിൽ ദേശീയ പതാകയെ അംഗീകരിക്കുമെന്ന് കൂടി എഴുതി ചേർക്കണമെന്ന് സർദാർ വല്ലഭായ് പട്ടേൽ അന്ന് നിർബന്ധം പിടിച്ചു. അങ്ങനെ RSS ഭരണഘടനയുടെ 5-ാം വകുപ്പിൽ ദേശീയ പതാകയെ അംഗീകരിക്കും എന്ന് ചേർത്തു. ഇന്ത്യയിൽ ഇങ്ങനെ ഒന്ന് സ്വന്തം ഭരണഘടനയിൽ എഴുതി ചേർക്കേണ്ടി വന്ന ഏക സംഘടനയായി RSS മാറി. RSSൻ്റെ ദേശീയ പതാക വിരോധം 1947 തീർന്നെന്ന് കരുതണ്ട. 1966 വിചാരധാരയിലും ഗോൾവാൾക്കർ ദേശീയ പതാകയുടെ ആപത്ത് ഓർമ്മിപ്പിച്ചു. 237, 238 പേജുകളിൽ ഇത് കാണാം. ഇന്നിപ്പോൾ 40കളിൽ തോറ്റ പോരാട്ടങ്ങളെല്ലാം വിജയമാക്കാനുള്ള പുറപ്പാടിലാണ് RSS നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാർ. ഭാരത മാതാവ് എന്ന പേരിലൊരു കലണ്ടർ ചിത്രവും അതിനൊപ്പം ആ കാവിക്കൊടിയും ഒപ്പം വന്ദേ മാതരവും തലനീട്ടുന്നത് യാദൃശ്ചികമല്ല. ഇന്ത്യ എന്ന പേര് മാറ്റണമെന്ന ആവശ്യവും ഹിന്ദിക്ക് വേണ്ടിയുള്ള ഫയൽ നീക്കങ്ങളും ഇതിൻ്റെ ഭാഗമാണ്. 1947 മതേതര ഇന്ത്യ പിന്നോട്ടടിപ്പിച്ച ചുവടുകളൊക്കെ മുന്നോട്ട് വെക്കാനാണ് RSS നീക്കം. രാഷ്ട്രപ്രതീകങ്ങളെ എങ്ങനെ ഭിന്നതയ്ക്കുള്ള വിഷവിഭവമാക്കാം എന്നാണ് അവരുടെ നോട്ടം.